കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ ഈ പകൽ എല്ലാ നിലകളിലും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മെ ജയത്തോടെ നടത്തിയ സർവശക്തനായ ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ഒക്കെ നമ്മളെ സംരക്ഷിപ്പാനും നമ്മെ കരുതുവാനും നമുക്ക് ആവശ്യമായതൊക്കെ നൽകി നമ്മെ നടത്തുവാനും കർത്താവിൻ്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഈ ലോകത്തിൽ നമ്മൾ ഏതൊരു കാര്യം നോക്കിയാലും എന്തിനെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും എല്ലാവർക്കും തന്നെ ഉള്ളത്. ഇവർ ഓരോരുത്തരും പറയുന്നതിൻ്റെ പിന്നിൽ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുമുണ്ട് കേട്ടോ. എന്നാൽ ഇതിൽ സത്യാവസ്ഥ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ മറന്നുപോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഒരു പ്രധാന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതായത് നൂറ്റാണ്ടുകളായി പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അന്നും ഇന്നും എന്നും ഒരേ സദ്വാർത്തയായിരുന്നു ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നത്, ഇനി അറിയിക്കാനുള്ളതും. അതായത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനായിട്ടാണെന്നുള്ളത്. ലോകം ഇന്ന് പല സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതിലും വെച്ച്, അനുഭവിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട ക്രിസ്തീയ ഗ്രന്ഥമാണ് പരദേശി മോക്ഷയാത്ര എന്നത്. പ്രസിദ്ധ ഗ്രന്ഥകാരനായ ജോൺ ബെന്യനാണ് ഇതിൻ്റെ രചയിതാവ്. അദ്ദേഹം വരച്ചു കാട്ടുന്നത് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ചരിത്രമാണ്. ഒരാൾക്ക് വഹിക്കാവുന്നതിലും അധികം ഭാരവുമായി നടന്ന് അലയുന്ന ഒരു മനുഷ്യൻ. ആ ഭാരത്തിൻ്റെ ചുമട് എവിടെയെങ്കിലും നിറക്കി വെച്ച് ആശ്വാസം പ്രാപിപ്പാൻ അയാൾ നാലുപാടും നോക്കുന്നുണ്ട്, അലയുന്നുണ്ട്. അല്പം ആശ്വാസത്തിനായി കേഴുന്ന ആ മനുഷ്യൻ ഒരു വാർത്ത അറിഞ്ഞു. സത്യത്തിൽ അതൊരു വാർത്തയല്ല, ആ സത്യം അറിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാൽവരി മുകളിലുള്ള കുരിശിൻ്റെ ചുവട് ഒരു അഭയസ്ഥാനമാണ് ഏതൊരാൾക്കും. ഈ സത്യം മനസ്സിലാക്കിയ അയാൾ ക്രൂശിനെ ലക്ഷ്യമാക്കി പ്രയാണം തുടങ്ങി. അനവധി പ്രതികൂലങ്ങളും കഷ്ടതകളും ദുർഘടങ്ങളുമൊക്കെ തരണം ചെയ്ത് ഒടുവിൽ അയാൾ അവിടെ എത്തി. അയാൾ അതുവരെ വഹിച്ചിരുന്ന ആ വലിയ ഭാരമേറിയ ചുമട് ആ മനുഷ്യനിൽ നിന്നും സ്വയമായി വേർപെട്ടു. അയാൾ ആശ്വാസം പ്രാപിച്ചു. അതെ പ്രിയരെ, ക്രൂശിൻ്റെ ചുവട് ഇന്നും അനേകർക്ക് ആശ്വാസവും അഭയവുമാണ്. അത് ഒരു വിശ്രമ സ്ഥലമാണ്. ഏതൊരു ദൈവ പൈതലിൻ്റെയും ആശാകേന്ദ്രമാണ് ക്രൂശിൻ്റെ ചുവട്. പാപത്തിൻ്റെ ഭാരവും വഹിച്ച് ആശയറ്റവരായി, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടവരായി അലയുന്ന ഏതൊരാൾക്കും ക്രൂശിൻ്റെ ചുവട് തീർച്ചയായിട്ടും ഒരു അഭയസ്ഥാനം തന്നെയായിരിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് തിരുവചനം ഉറപ്പു തരുന്നത്. കുരിശ് ഒരു കഷ്ടതയുടെ സ്ഥാനം മാത്രമല്ല, പ്രശംസയുടെ സ്ഥാനം കൂടിയാണ്. അപ്പോസ്തലനായ പൗലോസ് ലോകപ്രകാരം സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു. ഇതൊന്നും ക്രിസ്തുവിൽ തന്നെ ശ്രേഷ്ഠനാക്കിയില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിൻ്റെ പാതയെന്ന് പറയുന്നത് ജീവൻ്റെ പാതയാണ്. അത് ജീവൻ്റെ മാർഗമാണ്, ജീവിതമാർഗമാണ് എന്ന് ചിന്തിക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശത്രുവിനെ മിത്രമാക്കുന്ന സ്ഥലമാണ് കാൽവരി ക്രൂശ്. ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ അഭയം തേടുന്ന ഏതൊരാൾക്കും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സമൃദ്ധമായ ജീവൻ ലഭിക്കുന്നു. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷക എൻ ദൈവമേ നീ
അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. അതേ പ്രിയരെ, കാൽവരി ക്രൂശ് എന്നും എല്ലാവർക്കും ഏത് സമയത്തും ആശ്വാസകേന്ദ്രമാണ്. നമ്മുടെ ഭാരമേറിയ അനുഭവങ്ങളിൽ ലോകത്തിലെ ആരൊക്കെ കൈവിട്ടാലും എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സമയത്തും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ക്രൂശുണ്ട്. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളിലും അങ്ങാണ് ഞങ്ങളുടെ അവസാന വാക്ക്. അങ്ങിൽ ശരണപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.